വ്രതശുദ്ധിയുടെ നിറവിൽ കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് ചെറിയ പെരുന്നാൾ. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക്. ഒമാനിലും ഉത്തരേന്ത്യയിലും ചെറിയ പെരുന്നാൾ നാളെ. കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ പാളയം ഇമാം സുഹൈബ് മൗലവി. സമൂഹത്തിൽ വെറുപ്പ് പടർത്തുന്നവരുടെ ഉപകരണമായി ചിലർ മാറുന്നു. മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനായി വോട്ട് ചെയ്യണമെന്നും പാളയം ഇമാം. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ലെന്ന് മതപണ്ഡിതൻ ഹുസൈൻ മടവൂർ. പാനൂർ സ്ഫോടനത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് റിപ്പോർട്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. മുഖ്യ ആസൂത്രകൻ ഷിജാലിനും പരിക്കേറ്റ വിനീഷിനുമെതിരെ കാപ്പ ചുമത്താൻ സാധ്യത. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ CBI. മരണസമയത്ത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും. കോളേജ് ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തും. തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്ന M സ്വരാജിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി നാളെ. തൃപ്പൂണിത്തുറ MLA K ബാബുവിന് നിർണായകം. അയ്യപ്പന്റെ പേരുപയോഗിച്ച് വോട്ട് പിടിച്ചെന്ന ആക്ഷേപം. IPL ഇന്ന് രാജസ്ഥാൻ ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 ജയ്പൂരിൽ. 5ാം ജയം ലക്ഷ്യമിട്ട് രാജസ്ഥാൻ. വിജയവഴിയിൽ തിരിച്ചെത്താൻ ഗുജറാത്ത്.